Good evening to all. IREGF പ്രോജക്റ്റിന്റെ 4ാമത്തെ ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നതിനകത്ത്. ഇതിപ്പോ നമ്മള് ജോർജ് മാത്യു സാറിന്റെ അറിവിലേക്ക് ഞാൻ പറയുന്നുണ്ടേ ഉള്ളൂ. നമ്മൾ കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുമാണ് ഈ പദ്ധതി നടക്കുന്നത്. കൊല്ലം ജില്ലയില് 83 സ്കൂൾസ് ആൻഡ് കോളേജസ് ഉണ്ട്. അതുപോലെ ആലപ്പുഴ ജില്ലയിലും 70ഓളം സ്കൂൾസ് ആൻഡ് കോളേജസ് ഉണ്ട്. ഇന്നത്തെ ഈ പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ കോളേജ് ലെവലിൽ മാത്രമാണ്. കാര്യം സ്കൂൾ ലെവലിലും കോളേജ് ലെവലും ഉണ്ട്. കോളേജ് ലെവലിൽ മാത്രമാണ് മീറ്റിംഗ് നടക്കുന്നത്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ദാമോദരൻ സാറിനെ ക്ഷണിക്കുന്നു. അതേക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹമാണ് ഇതിന്റെ സർവാത്മാവും പരമാത്മാവും ഞങ്ങളെക്കുറിച്ച് സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ വളരെ നല്ല രീതിയിൽ ഈ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ഇന്റർനാഷണൽ ലെവലിലൊക്കെ അറിയപ്പെടുന്ന എക്സ്പെർട്സിനെ സാറ് വളരെ എളുപ്പത്തിൽ ഇതിൽ നമ്മള് അവരുടെ സേവനം നമ്മൾക്ക് ഇതിനു വേണ്ടി കണ്ടുപിടിച്ച് തരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യത്തിനകത്ത്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പേഴ്സണലായിട്ടൊന്നും കൂടുതൽ വിവരിക്കുന്നില്ല. അദ്ദേഹത്തെ ഇതിന്റെ അധ്യക്ഷനായിട്ട് ഞാൻ ക്ഷണിക്കുകയും തുടർന്ന് അദ്ദേഹത്തെ ചീഫ് ഗസ്റ്റിനെ പരിചയപ്പെടുത്താനും അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കും. അതിനു മുമ്പ് നമുക്കൊരു ഔപചാരികമായ സ്വാഗതം ഉണ്ടല്ലോ. അതുണ്ട്. സൈലന്റ് പ്രയർ കഴിയും. So may I request Professor P.O.J. Lebba to offer welcome to the entire people who have joined this group. Thank you, sir. Thank you, sir. Respected President or VKD. VKD-യെ പറ്റി ഒന്നും പറയാതിരിക്കാണ് ഭേദം എന്നുള്ള. അത് വേണ്ട, മറ്റേ പറഞ്ഞു. VKD-യെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ VKD-ക്ക് ദൈവം ഇത്രയും എനർജി കൊടുത്തതിൽ ഞാൻ ദൈവത്തിന് സ്തുതി പറയുകയാണ്. കാര്യം ഇമാതിരി കാര്യങ്ങളെല്ലാം ഇത്ര താല്പര്യത്തോടു കൂടി ഈ സ്റ്റേജിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ആദ്യമായി ഔപചാരികമായിട്ട് അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് VKD-യെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതെന്നുള്ളത് നമ്മൾ വി ആർ വെരി ലക്കി ഇൻ ഹാവിങ് എൻ ഇന്റർനാഷണൽ എക്സ്പെർട്ട്. അതൊരു മലയാളിയാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളിയാണെന്ന് അറിയാം. ഡോക്ടർ ജോർജ് മാത്യു. അദ്ദേഹം ഈ നെറ്റ് സീറോ ലീഡേഴ്സിലെ 100 ലീഡേഴ്സിൽ ഒരാളാണ്. അത്രമാത്രം പ്രാഗൽഭ്യമുള്ള ഒരു ആളിനെയാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് മോർ ദാൻ 30 years ക്ലീൻ എനർജി ടെക്നോളജി. അദ്ദേഹത്തിന് 30 years ഇൻ ക്ലീൻ എനർജി ടെക്നോളജീസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രസന്റ്ലി ഈസ് ദ CEO Vietnam, USA and India and how he is operating from Vietnam. നമ്മളെ ഈ മീറ്റിംഗിൽ കിട്ടിയതിൽ വലിയ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കോളേജ് ഇവിടെ വരാനാ പറഞ്ഞത്. അപ്പൊ ഞാൻ അപ്പം പക്ഷെ ഉണ്ണി ലേറ്റ് ആവും. സംസാരിക്കുന്നവരൊഴിച്ച് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണം. അപ്പൊ ഈ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു പ്രൊഫസർ ലബ. അദ്ദേഹത്തെക്കുറിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കോളേജ് ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും കൊല്ലം, ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള കോളേജുകളാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം TKM എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് ദീർഘകാലം 17 വർഷത്തോളം പ്രിൻസിപ്പലായിട്ടിരുന്ന ആളാണ്. കോളേജിൻ്റെ പുരോഗതിയിലും അവിടെ നിന്ന് പഠിച്ചുപോയ എത്രയോ ആളുകൾ ഇന്ന് ലോകത്തിൽ പല സ്ഥലത്തും ഉന്നതമായ ടെക്നോളജി രംഗങ്ങളിൽ ഉന്നതമായ പദവികളിൽ പ്രവർത്തിക്കുന്നു. പല വ്യവസായങ്ങളും തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ അതിൻ്റെയൊക്കെ തന്നെ അധ്യാപകനായി കാലം കൊല്ലത്തുള്ളവർക്ക് അന്നും ഇന്നും അറിയാവുന്ന രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. മറ്റുള്ളവരെ ഞാനിപ്പോൾ രത്നകുമാർ സാറിനെയും അതുപോലെ ഇവരെ ഒന്നും പരിചയപ്പെടുത്തുന്നില്ല. പക്ഷേ നമ്മൾ ഈ പ്രഭാഷണത്തിന് മുമ്പ് ഈ സ്പീക്കറെ ഒന്ന് വ്യക്തമായിട്ട് ഞാൻ പരിചയപ്പെടുത്തണം. ഞാനത് വളരെ ബ്രീഫായിട്ട് ചെയ്യാം. ബാക്കിയുള്ള കാര്യം ഞാൻ അദ്ദേഹത്തോട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ആവിഷ്കാരം
എങ്ങനെയാണ് അദ്ദേഹം ഈ രംഗത്ത് പ്രവർത്തിച്ച് തുടങ്ങിയതും അത് കഴിഞ്ഞ് ഇവിടം വരെ എത്തിയതും എന്നുള്ളത് ഞാൻ പറയാൻ അദ്ദേഹത്തോട് തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഏകദേശ രൂപം കിട്ടും. അങ്ങനെയുള്ള ഒരു പ്രഭാഷണമാകുമ്പോൾ ആ പ്രഭാഷണത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇന്നൊവേഷന് വേണ്ടിയിട്ടുള്ള ഐഡിയാസും എങ്ങനെയാണ് നമ്മളൊരു പ്രശ്നത്തെ കണ്ട് അതൊരു ഇന്നൊവേഷനിലൂടെ അതിനെ മെച്ചപ്പെടുത്താം അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാം എന്ന് കണ്ടെത്തുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ ചെറിയ 1-2 അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം പറയുന്നത് നമുക്കൊരു ഇൻസ്പിറേഷനായിട്ട് മാറും. അതുകൊണ്ട് ആ രീതിയിലായിരിക്കും ക്ലാസ്. എന്ന് മാത്രമല്ല, അദ്ദേഹം അധികമൊന്നും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കില്ല. ഇതുപോലെയുള്ള പ്രായോഗിക വിജ്ഞാനമുള്ള ആളുകളെ നമ്മൾ ഇത്തരമൊരു പ്രഭാഷണത്തിന് വേണ്ടി വിളിക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടാൻ കഴിയുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. നിങ്ങൾ കോളേജ് തലത്തിലുള്ളവരാണ്, അതുകൊണ്ട് വളരെ പ്രായോഗികമായിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ചില ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഹ്രസ്വമായിട്ടുള്ള മറുപടികൾ അതിന് തരും. അതായിരിക്കും നമുക്ക് ഇത്തരമൊരു പ്രോജക്റ്റിന്, കാരണം ഇതൊരു ഇന്നൊവേഷൻ പ്രോജക്റ്റാണ്. നമ്മളൊരു വിഷയം പഠിക്കാൻ പോണതല്ല. നമ്മളൊരു വിഷയം എങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കാം നമുക്ക് കഴിയും എന്ന് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ വെളിയിലെടുത്തുകൊണ്ട് എങ്ങനെ നമുക്ക് അതിനെ ആ പ്രശ്നപരിഹാരം രൂപീകരിക്കും എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിൻ്റെ ഇത്. അപ്പം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് 2 വാക്കുകൾ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കോളേജ് തലത്തിലുള്ള കുട്ടികളായതുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കേണ്ട എന്ന് വിചാരിക്കരുത്. അതിൽ ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രോജക്റ്റിൻ്റെ അവസാനം നമ്മൾ വിലയിരുത്തി സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും അവാർഡുകളൊക്കെ കൊടുക്കാൻ പോകുന്നത് 2 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒന്ന്, എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രോബ്ലം കണ്ടെത്തിയത്, അത് കണ്ടെത്തി അത് പരിഹരിക്കാൻ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത്, ചിട്ടയായി പടിപടിയായി നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ പരിഹരിച്ചത്, അതിനിടയ്ക്ക് നിങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾ എങ്ങനെ പരിഹരിച്ചു, ഇതൊക്കെ എഴുതിയ നിങ്ങളുടെ വർക്ക് ബുക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ വന്നിട്ടുള്ളൂ ഇപ്പോഴേ, എങ്കിലും നിങ്ങൾ എല്ലാ കുട്ടികളോടും പറഞ്ഞു കൊടുക്കേണ്ടത്, ഇന്നിവിടെ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ ഓർമ്മിപ്പിക്കേണ്ടത്, ആ വർക്ക് ബുക്കിൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ കേട്ട് അതിൽ നിന്ന് കിട്ടിയ ചില പോയിന്റുകൾ, അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ചില പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചില സൂചനകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹ്രസ്വമായിട്ട് അതിൽ കുറിച്ച് വെക്കാം. ഡേറ്റ് ഓർഡറിൽ വൃത്തിയായിട്ട് അത് എഴുതി വെക്കണം. കാരണം ഈ പുസ്തകം അവസാനം ജഡ്ജിമാർ ഇത് ഇവാലുവേറ്റ് ചെയ്യും. നമ്മുടെ വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്തത് എങ്കിൽ മാത്രമേ നമ്മൾ എത്ര നല്ല ഇന്നോവേറ്റേഴ്സ് ആണെന്ന് മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരെ മാത്രമേ നമുക്ക് സർട്ടിഫൈ ചെയ്യാനും സമ്മാനങ്ങൾ കൊടുത്ത് ആദരിക്കാനും പറ്റുള്ളൂ. അത് അതേപോലെ തന്നെ ഏറ്റവും നന്നായി ഇതിൽ സഹകരിച്ച് കുട്ടികളെ മുന്നോട്ട് നയിക്കുന്ന വിദ്യാലയങ്ങൾക്കും കോളേജുകൾക്കും പ്രത്യേകമായ സർട്ടിഫിക്കറ്റുകളും ഒരുപക്ഷെ ചില പ്ലാക്കുകളും ഒക്കെ കൊടുത്തു എന്ന് വരും. അതൊക്കെ അവരുടെ പ്രവർത്തനം വിലയിരുത്തിയിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിനുള്ള റെക്കോർഡുകൾ ഉണ്ടാവും. എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത്തരം സ്ഥാപനങ്ങളും അത്തരം മെന്റർ ടീച്ചർമാരെയും നമ്മൾ ശ്രദ്ധിച്ച് അവർക്കെല്ലാവരും തന്നെ സാമ്പത്തികമായിട്ട് നമുക്ക് പാരിതോഷികങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അവർക്ക് അർഹമായ സർട്ടിഫിക്കറ്റുകളും അവർക്ക് അർഹമായ മറ്റ് അനുമോദനങ്ങളും നൽകിക്കൊണ്ട് നമുക്ക് ഇവരുടെ ഈ പ്രവർത്തനത്തിനെ സമാദരിക്കാം പ്രോജക്റ്റിൻ്റെ അവസാനത്തിൽ. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുകയാണ്. മറ്റൊന്ന്, ഇനി അങ്ങോട്ടുള്ള ഒരു 2 ആഴ്ചക്കകം ഇതുപോലെയുള്ള ഒട്ടനവധി ക്ലാസ്സുകൾ ഉണ്ടാവും. ഈ ക്ലാസ്സുകൾ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് ചിലപ്പോൾ കോളേജുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട്, ചിലപ്പോൾ ചില പ്രഭാഷണങ്ങൾ കോളേജും ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൂപ്പും UP ഗ്രൂപ്പും 3ഉം ഒന്നിച്ച്, ചിലപ്പോൾ ഹയർ സെക്കൻഡറി UP ഗ്രൂപ്പുകൾ സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഈ പ്രഭാഷണം കഴിഞ്ഞ ഉടനെ തന്നെ ഹൈസ്കൂൾ UP തലങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളെയും അവരുടെ അധ്യാപകർക്കും ഉള്ള ഒരു ക്ലാസ് ഡോക്ടർ CP അരവിന്ദാക്ഷൻ സാറിൻ്റെ ഒരു ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, ഇതുപോലെയുള്ള ഒട്ടേറെ ക്ലാസ്സുകൾ ഉണ്ടാവും. അതിന് വലിയ ദീർഘമായ നോട്ടീസൊന്നും തരാൻ പറ്റില്ല. കാരണം ഈ ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വർക്ക് ചെയ്യുന്ന ആളുകളാണ്.
വലിയ വലിയ പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അവർ വളരെ ബിസി ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ തിരക്കിനിടയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ അപേക്ഷിക്കുമ്പോൾ അവർക്ക് സൗകര്യമായ സമയം നമുക്ക് തരികയാണ്. അപ്പോൾ ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾക്ക് അവരെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ ഷോർട്ട് നോട്ടീസിലായാലും എപ്പോഴും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ദിവസേന രാവിലെ നിങ്ങളൊന്ന് നോക്കണം, പുതിയ അറിയിപ്പ് വല്ലതും ഉണ്ടോ എന്ന്. അത് നോക്കി അതിനനുസരിച്ച് നമുക്ക് എത്ര കൂടുതൽ പരിപാടികൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മളേതായാലും വളരെ നല്ല നിലയിൽ പ്രോജക്റ്റ് തുടങ്ങിയിരിക്കുകയാണ്. പല ആളുകളുടെയും പ്രപ്പോസൽ, പ്രത്യേകിച്ചും കോളേജ് തലത്തിലുള്ളത് എനിക്ക് കിട്ടുകയുണ്ടായി. അവർക്കൊക്കെ തന്നെ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഗ്രൂപ്പിനും മറുപടി അയച്ചിട്ടുണ്ട്. അത് ഏത് രീതിയിൽ അതിനെ പരിഷ്കരിക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ള രീതിയിൽ മറുപടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായി സ്പീക്കറെ പരിചയപ്പെടുത്തുന്നു. സ്പീക്കർ ഡോക്ടർ ജോർജ് മാത്യു ആണ്. അദ്ദേഹം ഒരു മലയാളിയാണ്. പക്ഷേ അദ്ദേഹം എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷനും വിദ്യാഭ്യാസവും ഒക്കെ നടത്തിയത് കേരളത്തിന് വെളിയിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രമുഖനായ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറും അദ്ദേഹം വളരെ ഒരു ബ്രിട്ടീഷ് കമ്പനിയിൽ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുകയും ഒടുക്കം അദ്ദേഹം ഒരു കമ്പനി ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി തുടങ്ങുകയൊക്കെ ചെയ്ത് അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ജോർജ് മാത്യു അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്ത് സ്വന്തമായി അന്നത്തെ കാലത്ത് സോളാർ എനർജി വളരെ ചെലവേറിയ ഒരു കാലത്ത് ഈ സോളാർ എനർജി ടെക്നോളജി ഉപയോഗിക്കുവാൻ അന്ന് യുവാവായിട്ടുള്ള ആ കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു അച്ഛനെ സഹായിച്ചുകൊണ്ട്. അപ്പോൾ ഇടുക്കിയിലുള്ള ഒരു ഗ്രാമത്തിൽ പരിപൂർണമായി സോളാർ കൊണ്ട്, എപ്പോഴാണ് ഞാൻ പറയുന്നത്, 80കളിൽ, അന്ന് സോളാറിന് വളരെയധികം ചിലവുണ്ടായിരുന്ന കാലത്ത് അങ്ങനെ ഒരു പ്രോജക്റ്റ് നടത്തി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്, അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട്, അന്ന് ഞാൻ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഡയറക്ടറായി വർക്ക് ചെയ്യുന്ന കാലമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അതിനുശേഷം അദ്ദേഹം ടീം സസ്റ്റെയിൻ ലിമിറ്റഡ് എന്താണ് എഞ്ചിനീയറിംഗ് ക്ലീൻ സൊല്യൂഷൻസ് എന്നുള്ള രീതിയിൽ ഒരു ബൈലൈനോട് കൂടി ഒരു കമ്പനി ആരംഭിക്കുകയും ക്ലീൻ എനർജി, ഇപ്പോൾ ഗ്രീൻ എനർജി കൂടിയാണ്, ആ ഏരിയയിൽ ഒട്ടേറെ പുതിയ പ്രോജക്റ്റുകൾ നടത്തി 10-20 രാജ്യങ്ങളിലെങ്കിലും അദ്ദേഹം ഇപ്പോഴും പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസ് വളരെ വർഷമായി പ്രവർത്തിക്കുന്നു. USA ഓഫീസുണ്ട്, ആസ്ട്രേലിയയിൽ ഓഫീസുണ്ട്, വിയറ്റ്നാമിൽ ഓഫീസുണ്ട്. ഇപ്പോൾ അദ്ദേഹം വിയറ്റ്നാമിലാണ് ഇരിക്കുന്നത്, വിയറ്റ്നാം ഓഫീസിലല്ല. ഓഫീസ് അവിടെ ഉണ്ടെങ്കിൽ അത് ഹനോയിൽ. അദ്ദേഹം ഇപ്പോൾ പ്രോജക്റ്റ് സംബന്ധമായി മറ്റൊരു നഗരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്നാണ് നമുക്ക് വേണ്ടി അദ്ദേഹം ജോയിൻ ചെയ്യാൻ സമ്മതിച്ചിരിക്കുന്നത്. അദ്ദേഹം സോളാറിൽ വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഈ സോളാർ സ്കീം ഡിസൈൻ ചെയ്യുന്നതിൽ ഒട്ടേറെ ഇന്നൊവേറ്റീവായിട്ടുള്ള പരിപാടികൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് നേരിട്ടറിയാവുന്നതാണ്. കാരണം പല അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റുകളും ഒരു സുഹൃത്തെന്ന നിലയിൽ എന്നെ കൂടി കാണിക്കുകയും എൻ്റെ അഭിപ്രായവും ചിലപ്പോൾ അദ്ദേഹം ചോദിക്കുകയും ചെയ്യാറുണ്ട് ചില വശങ്ങളിൽ. ഇപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാറുണ്ട്. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ആഗോള പ്രവർത്തനങ്ങളെ എനിക്ക് നന്നായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു അപൂർവമായിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഇത്തരം ഒരാളുമായിട്ട് സംവദിക്കാൻ കിട്ടിയിട്ടുള്ള അവസരം. അദ്ദേഹം പല പ്രോജക്റ്റുകളും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന പല പ്രോജക്റ്റുകളും ചെയ്ത് വിജയിപ്പിച്ച് കാണിച്ചിട്ടുള്ളതാണ്. ഇതിനും പുറമെ അദ്ദേഹം വേസ്റ്റ് മാനേജ്മെൻറ്റിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രോജക്റ്റ് ചെയ്തു. പക്ഷെ അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. കൊച്ചിയിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് അടക്കം ഗ്യാസിഫിക്കേഷൻ ടെക്നോളജിയിൽ കൂടി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ബിൽഡ് ചെയ്തു. അത് 10-10.5 കോടി രൂപയോളം ഇതുവരെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഗ്യാസ് അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. അത് ശുദ്ധമാണെന്നുള്ളതിനുള്ള ടെസ്റ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടി. ഇനി അതിനെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റി വേണ്ടുന്ന ചെറിയ യന്ത്രസാമഗ്രികൾ കൂടി വാങ്ങി പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും ഇങ്ങനെ ഒരാശയം കൊണ്ടുവന്ന് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 ടൺ ആയാലും 50 ടൺ പെർ ഡേ ആയാലും
അതിനേക്കാൾ 100 ടൺ പെർ ഡേ ആയാലും അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ നമുക്ക് ആവശ്യാനുസരണം മാറ്റി ഉപയോഗിക്കാം. മറ്റ് പല പ്രോജക്റ്റുകളും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു അളവ് അതിനു വേണ്ടി മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന പ്ലാന്റുകളായിരിക്കും. അങ്ങനെയാണ് പൊതുവെ വേസ്റ്റ് മാനേജ്മെന്റിലുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് അപ്ഗ്രേഡബിൾ അല്ലെങ്കിൽ സ്കെയിലബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ കംപ്ലീറ്റ് ഡിസൈനും ഇതെല്ലാം കഴിഞ്ഞു. അതിന് ഗ്യാസ് വരുന്നത് വരെയുള്ള എല്ലാം ചെയ്തു, അതിൻ്റെ ഗ്യാസും ടെസ്റ്റ് ചെയ്തു. ആ രീതിയിൽ നിൽക്കുകയാണ്. എങ്ങനെ ക്ലീൻ എനർജിയുടെ പല ഭാഗങ്ങളിലും ഇദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ നിങ്ങളുടെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുന്നതിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിലും നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഊർജം നൽകാൻ, പലപ്പോഴും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് വരണമെന്നുണ്ടെങ്കിൽ അതിന് ശരിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണം. ഈ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് തരണം ചെയ്യുന്നത് വഴിയാണ് സത്യത്തിൽ ഇന്നോവേഷൻ വരുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ കഴിഞ്ഞ 30 വർഷത്തിലേറെയുള്ള അദ്ദേഹത്തിൻ്റെ സാങ്കേതിക പ്രവർത്തനം കൊണ്ട്, പല രാജ്യങ്ങളിലുള്ള പ്രവർത്തനം കൊണ്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ കാണുകയും അത് പരിഹരിക്കുകയും ചെയ്തുകൊണ്ട് പ്രോജക്റ്റുകൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ചൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും. ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ അദ്ദേഹം അധികം സംസാരിക്കില്ല, 10-20 മിനിറ്റ് സംസാരിച്ച് നിർത്തും. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മുഴുക്കെ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാവുന്നേ ഉള്ളൂ. അതിന് മടിച്ചു നിൽക്കരുത്. കാരണം 6:45 കൃത്യം ഈ പ്രഭാഷണം നിർത്തേണ്ടതുണ്ട്. കാരണം അത് കഴിഞ്ഞ് ഹൈസ്കൂൾ UPക്കുള്ള സെഷൻ അതിൻ്റെ ആളുകൾ 6:45 മുതൽക്ക് ജോയിൻ ചെയ്യും. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഡോക്ടർ ജോർജ് മാത്യുവെ ക്ഷണിച്ചോളൂ. Thank you so much, sir. Thank you for the introduction. It has always been an honor to work with Professor VKD. And it's been, as he rightly said, I think I know him for nearly 30 years now. And he's always been an inspiration and a mentor. As he mentioned, innovation is, as a species, we are innovators. We are that is in our DNA. Otherwise, we would not have reached till now. It is not possible for me to talk to you from another country over Zoom, right? So, as a species, we are innovators. We invent and we move forward. So that is in our DNA. But I guess the reason we are today I'm trying to inspire you is see, any innovation or any invention has to be in solving day-to-day problems, solving problems around you, what you see around you. Okay, as you know, climate change. We were just talking some time back. It's very hot in Kerala. The reason is climate change. So sustainability has become a need of the hour. It is when 30 years back, when I entered this field as an entrepreneur, and that time there was no startup genre. There's no ecosystem of startups. When I told some of the people I knew that I was about to start a venture in clean technologies, they said that I'm mad. That is the exact words were used, that this guy is mad, this guy is crazy. So, but I believe in what I wanted. I believe that there is I need to do something for the environment, for sustainability. I believe in sustainability at a very young age. Even in school, when I used to go around, if I see a tap open, I'll go close it. That is to be a behavior which is inbuilt in me. I could not see anything going waste. I could not see waste being thrown around. I used to go pick it up and put in the basket. So that's something I somehow it came into me, probably in my DNA. I don't know. So I always wanted to. I saw around me how the environment was getting destroyed, and I wanted to do something about it. And that's the reason I chose this field. And I don't say I work. I enjoy what I do even today. No regrets. As Professor said, it has not been very easy at all, because unlike today, where you have a startup ecosystem, a startup funding, you have internet at your disposal, you have chat AI at your disposal. When we started off, there's no such things, and it was a very difficult journey, no doubt about it, but no regrets. I enjoyed every bit of it.
And every challenge was a learning, every failure was a learning. So today, 3+ decades down the line, the knowledge I've accumulated is my asset. It's not the money in my bank, but my asset, I believe, is relationships like Professor VKD and the knowledge of experience I accumulated, and what I can do to make a difference to the world. So I believe as a person that every day I want to make a positive difference to the world around me. And that's what I still work. And that is the reason people like Professor VKD is also at this age doing what he's doing, right? So to start with, the first basic thing about innovation is you should be looking at innovating to solve real world problems around you, what you see around you. That is the most important thing, right? So, and everybody has their own perspective of the problems. So it is important that the innovation should start there, and sustainability, as I said, is a very important aspect. Therefore, how you can make the world around you sustainable, right? And it is through process, it could be through solutions, it could be through products, it could be social as well, right? So innovation is not limited to just a machine or a product, right? It could be a process as well. So that's where innovation should start. Now, I can give you a small experience. It's nothing to do with sustainability, but as an 8th standard student, biology was my weakest subject. I didn't like biology at all. So when my Mrs. Anthony is my teacher, biology teacher, and she used to draw the cells, to show us, when you look through the microscope, this is how it should, you should identify it. So I thought that, what can I do better for it? So 8th standard, I took up a project on my own without anybody prompting me. I thought I should solve this problem. The student should be able to understand what they see through a microscope. So I designed fitment for connecting the microscope to my camera and also the lighting system, so that we could take the photographs of the specimens through the microscope on a slide. Those days we had a slide film. We don't have the digital. We never had the digital. I'm talking nearly 44 years back. Okay, we didn't have any digital system at that point of time, so we had to rely on slide films, captured on a slide film, and then use that to teach the students about the specimens. So I took finally I built the fitment. And as well as the lighting system, designed the lighting system for the solution, and took the slide photo of all the specimens in the laboratory. And from what I know, it was used for nearly 20 years after I left the school to teach students. In the 9th standard, I read about an incident in the newspapers about a fire which happened in a warehouse. And there was no sensors, anybody, and it was late in the night, so the whole warehouse burned out. So I was wondering, how can I find a solution for that? So in my 9th standard, I took up a project of developing a sensor to detect the fire, and after a period of time, to relay is activated, alarm is sounded, and if it is not attended further for another 1 minute, then an automatic call goes to the fire station. So, I started innovating in a manner that when I saw a problem, I tried to see if I can find a solution to it. That was during my school time. When I started my journey in this, I would not say my career, my journey in this sector, as the professor was saying, I was probably one of the first persons in the region to do something like this, especially focusing in selling solar systems in the private sector, working on energy efficiency and energy management. It is not easy. I mean, you have to really design solutions. It is not that you buy a product and sell it. That's not how we used to do it. We used to understand what is the problem of each client, each application, and design a solution for that. So that is how we have been doing so long, and I'm proud to say that today
I have a large team of experienced and well-motivated engineers who are solving problems on a day-to-day basis. So we take up challenging projects across the world. Nearly 20 countries we have done projects, and they are all innovative projects, each one of them, right? So for example, it's like we designed solutions for converting boats into electric propulsion, into electric hybrid solar boats. We have innovated in providing cooling solutions for milk for farmers in the who have dairy farmers, small time farmers with 3 or 4 cows. So the list goes on. We designed recently, along with the fisheries department, a solar kiosk which can be used. You have seen that when you want to buy fish, you see fish being sold openly on the back of a truck or on a tray with ice on it, right? So we try to resolve that problem by designing a solar powered kiosk with freezing, maintaining the temperature less than at 1 degree Celsius. So these are the kind of innovations we do on a daily basis. It's not yearly basis. The amount of we have registered more than 36 patents. We have been allocated 2 patents, and those are in waste to energy solutions. So this has been the route. It is definitely not an easy route to take, but for you, for your generation, it is very, very easy compared to it is probably 10,000 times more easy than when I started off, right? You have the ecosystem which is there to support you if you have a right solution. One other thing I would like to say is that failure is going to be there, right? But that should be, you should accept it as a step to success. You cannot, failures will definitely be there. You should not be shy of failures. Failure is always the step to success, all right? And always focus on real world problems. Think big, start small. Always think big, always think out of the box, right? Always question why if something is done in a particular way, you should always find out why it is done, why it is being done in a particular way, why it can't be in a different way. Always question, right? So with that, I'm leaving it to you to ask me questions. As Professor said, I don't like to talk too much about myself, but I'll be most happy to interact with you and share whatever you'd like to ask me. That's the best way to take anything from me. So please, over to you now. അപ്പോൾ Yeah. ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഏരിയയിൽ, കാരണം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, പല ഇപ്പോൾ ഫിഷ് ഇൻഡസ്ട്രിയിൽ, അതുപോലെ തന്നെ വേറെ ഒട്ടേറെ മേഖലകളിൽ സോളാർ എനർജിയുടെ ആപ്ലിക്കേഷൻ, അതേപോലെ തന്നെ ഫുഡിൻ്റെ പ്രിസർവേഷൻ, ഇതൊക്കെ നമുക്ക് ഫുഡ് ചീത്തയായി പോയാൽ അതോടൊപ്പം നമ്മൾ എത്രയോ എനർജി നഷ്ടപ്പെടുന്നു, എത്രയോ റിസോഴ്സ് നഷ്ടപ്പെടുന്നു, എത്രയോ സമയം നഷ്ടപ്പെടുന്നു. അതിന് ഒരുപാട് ആംഗിളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നിനും നമ്മൾ ഉണ്ടാക്കുന്ന ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ചെയ്യാൻ കഴിയും. പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ ഒരു രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് എന്തുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്തിരിക്കണം എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളെ മനസ്സിൽ നിന്ന് വരേണ്ടത്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ ചോദ്യം വരുമ്പോൾ അതിനേക്കാൾ വ്യത്യസ്തമായി നമുക്കത് ചെയ്യാൻ പറ്റുമോ, അതിനെ ഇന്നലെ ചെയ്തതിനേക്കാൾ ഏതെങ്കിലും രീതിയിൽ മെച്ചപ്പെടുത്താൻ കഴിയുമോ, അതായത് കൂടുതൽ എഫിഷ്യൻസി, കുറഞ്ഞ ചെലവ്, അല്ലെങ്കിൽ കുറഞ്ഞ പദാർത്ഥങ്ങളുടെ ഉപയോഗം, കുറഞ്ഞ സമയം കൊണ്ട് പണി തീർക്കൽ, ഇങ്ങനെ ഒട്ടേറെ മുഖങ്ങൾ നമുക്കതിന് കൊടുക്കാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒരു മുഖത്തിൽ നമുക്ക് പഴയതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് ഇതെങ്കിൽ അത് ഒരു ഇന്നോവേഷനാണ്. പഴയതിൽ നിന്നും നമ്മൾ ഒരു ഇഞ്ച് കൂടി മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നു. നമ്മളല്ലാതെ ഈ പ്രപഞ്ചം കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ അതുപോലെയുള്ള ന്യൂട്ടന്റെ നിയമങ്ങളോ അതൊന്നുമല്ല നമ്മൾ ഇന്നോവേഷനിൽ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ വലിയ വലിയ ഇൻവെൻഷൻസ്. അതിലേക്ക് നമ്മൾ പോകാതെ തന്നെ ചെറിയ ചെറിയ രീതിയിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ നോക്കി അതിനെ എങ്ങനെ കൂടുതൽ സസ്റ്റൈനബിൾ ആക്കാം, കൂടുതൽ ഊർജം കുറഞ്ഞതാക്കാം, അല്ലെങ്കിൽ കൂടുതൽ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ പദാർത്ഥങ്ങളുടെ
യൂസിൽ നമുക്കത് തീർക്കാം. ഇങ്ങനെയുള്ള ചെറിയ ഇഞ്ച് ബൈ ഇഞ്ച് ആയിട്ടുള്ള ചിന്താഗതിയാണ് സത്യത്തിൽ നമ്മൾ ഇന്നവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അല്ലാതെ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്ത് വേറെ ആരെങ്കിലും ചെയ്ത ഒരു പ്രോജക്റ്റിന് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് സ്വന്തമായ പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന അതിൽ ഇന്നവേഷൻ ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് നമ്മൾ പോയ വഴിയിൽ തന്നെ പോക്കാണ്. അതിനെ നമ്മൾ ഇന്നവേഷൻ എന്ന് പറയുന്നത്. ഈ പോയ വഴിയിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇവിടെ നമ്മുടെ പ്രോജക്റ്റ് എന്താണ്? കാർബൺ ന്യൂട്രൽ ലിവിങ് ഫോർ എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. അതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ട്, അതായത് പരിസ്ഥിതി, പ്രത്യേകിച്ചും പരിസ്ഥിതി ഒരേ നിലയിൽ നിൽക്കുന്നത് തന്നെയാണല്ലോ എൻവയൺമെന്റലായിട്ടുള്ള മെച്ചം. അതുകൊണ്ട് അതിനെ ചെയ്യാൻ അത് നമ്മുടെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും പല പ്രവൃത്തികളിലും നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളിലും നമ്മൾ താമസിക്കുന്ന വീട്ടിൽ പോലും നമ്മൾ വീട്ടിലത്തെ വെള്ളം ഉപയോഗിക്കുന്നത് പോലും സസ്റ്റൈനബിലിറ്റിക്ക് നമുക്ക് ഇന്നലത്തേതിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ സത്യത്തിലുള്ള നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്ന ഒന്നോ രണ്ടോ പ്രോബ്ലങ്ങൾക്ക് നിങ്ങൾ കാണുന്ന ചില പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അതിനൊരു വഴി തുറക്കുന്നില്ലെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹം പറയുന്നതിൻ്റെ മുഴുവൻ ശരിയായിക്കൊള്ളണമെന്നില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതിന് സൊല്യൂഷൻ തോന്നുന്നത് അദ്ദേഹം പറയും. ഇങ്ങനെ ഓരോരുത്തരുടെ മനസ്സിലും തോന്നുന്ന സൊല്യൂഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി വിജയിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ഇന്നോവേറ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഒട്ടും മടിക്കണ്ട. അത് എൻ്റെ ചോദ്യം മോശമായി പോകുമെന്ന് വിചാരിച്ച് ആരും മറച്ചു നിൽക്കേണ്ട. ദയവായിട്ട് വളരെ എന്താണ് പറയുക, സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ വരണം. പ്രത്യേകിച്ചും നിങ്ങൾ കോളേജ് സ്റ്റുഡൻസ് ആണ്, ഇതിൽ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്ക് വേണം വെച്ചാൽ ഇപ്പോൾ ചോദിക്കാം. റെഡി? ദി സ്പീക്കർ ഈസ് റെഡി, പ്ലീസ്. Hello, George Matthew sir, and Bijuna, Hello. faculty at TKM College of Engineering. I think we have met also before because I am also a follower of VKD sir. All right. I'm sure you have. Yes. Okay. So you said you have prepared a kiosk for fish using solar, right? So what is the principle that which has been used? So is it a stable one? It's a stationary one? It's a stationary one, but it is also kind of movable in the sense that you can easily transport it. It has wheels on it. Okay. Apart from that, we also have done one over on a electric rickshaw as well. So Okay. so we have two models which we developed for the Central Institute of Fisheries. Yeah. Okay. Yeah. Because that is one of the areas that our coastal area would be advantageous for us. Yes. We have enough of solar energy and we use a lot of energy for processing fish itself. Both Yes. at Kollam and Alappuzha, both these coastal areas we use. So True. probably our students will look into this matter. Yes, in fact, we also had incorporated IoT also into that to ensure that temperature is maintained and there is no adulteration. And you said you are maintaining it at 1 degree. Is it? That's right. Between 1 and 2 degrees. Yes, that is what was recommended to be so. So we are using a highly efficient DC compressor, along with solar and of course a lithium battery pack. Okay. So we have So two if it is models. maintained at 1 degree, Yeah. how much time will it stay fresh? It will stay What fresh. is- 1 degree is what is recommended by the fisheries department. We can go even lower, but one is what is recommended by the fisheries department. Okay. Yeah, because they don't want the water to freeze inside the fish also. So Yes. That's Okay. That's precisely good. the That's temperature. good. Yes. That's good. Thank you. I think Thank you, sir. actually very important, once Yes, the sir. water inside freezes, then the taste of fish is completely Gone. gone. Yes, that's what. Because that So- freshness is what everybody wants. Yeah, Yeah. and we're also developing now from, the team is in Kerala. So they're developing one more unit which is for transporting live fish to the northeast. So we have a fish in the fish farms, right? So so it has to go by train. So they have a problem with maintaining the oxygen levels and also the temperature. So we are now working on a system where we are maintaining the pH, the oxygen as well as the temperature.
Oh, that's good. That's good. And that is also mobile to a certain extent. Mhm. That will be used to transport the fish from the fish farms from the south to the north. No, that's very good. Yeah. Live fishes. And Yeah. the trains are now very faster also, so you Yeah. can actually, doesn't take much of time. Yeah. Thank you, So sir. Thank you. then the whole idea is to turn it to getting live fish now. Mm. Yeah, I think I see some messages here. See, can change on the engine, motor vehicle, the fuel cell, battery engine at affordable price. So I have one question from Rahul. He's asking how we can change ordinary engine in motor vehicle to fuel cell battery engine at affordable rate to reduce pollution. All right. First of all, you need to go learn your fundamentals. Fuel cell and an IC engine are two different altogether, entirely different. As you know, that EV, that is electric vehicles. So the whole transition is happening between now from IC engines to electric vehicles. Rather, the future is going to be electric hybrid. I personally have also worked with hydrogen, using hydrogen fuel cells for different applications. And I personally feel hydrogen is not the future. Hydrogen is, it is a long topic we can discuss later. But the total efficiency is very poor when you look at hydrogen as an energy carrier. So hydrogen may not have much future at all. Except for special application where you generate hydrogen and then use it right away without compression. So that to answer that question, you can convert existing vehicles into electric if you want. There are conversion kits available, retrofit kits available, and you can easily convert existing vehicles, your old vehicle itself, to electric, and can be done at a very reasonable and affordable cost today. In fact, that's something which we are promoting in the marine industry. We're converting existing vessels, boats, barges into electric. So we remove the IC engine and put electric propulsion system into it. Thereby, you don't have to build new vehicles or new boats. You can convert the existing one itself. So that makes more sense. Yeah, a lot of material savings, and Yes. that way adding to sustainability little bit more. True. Good. Yeah. A- Now, any more other- questions, please. So one thing I've always found, and when we're talking about hydrogen, I may add, is one thing is very clear: before you start any innovation, the first thing you should know is you should learn your fundamentals very clearly. Your fundamentals has to be very strong, right? So that is very, very important. So make sure your fundamentals are strong before you venture into any kind of, innovations or experimentation, or even a business for that matter, right? ക്വസ്റ്റ്യൻസ് ചോദിക്കാം, സമയം കളയണ്ട. And all the hydrogen hype is because, or the hydrogen hype and failure is because people are ignoring the fundamentals. So you should be very, very clear about your fundamentals. Any more questions, please? സ്റ്റുഡൻസ് ഒരുപാടുണ്ടല്ലോ, ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റ് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സംശയം വേണമെങ്കിൽ ചോദിക്കാൻ മതി. ഇപ്പൊ അതിന് കൺഫ്യൂഷനാണ് ഏത് പ്രോജക്റ്റ് എടുക്കണമെന്നുള്ളത്. പ്ലീസ് കം ഫോർവേഡ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പേര് നമ്മൾ വിളിക്കണം ഇവിടുന്ന്. ഈ ഞാനൊരു പുതിയ ചോദ്യങ്ങൾ നമ്മുടെ പാർട്ടിസിപ്പൻസിൽ നിന്ന് വരുന്നതിന് മുമ്പേ ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം. നമ്മൾ ഇപ്പോൾ സോളാർ ഇപ്പോൾ എല്ലാ വീടുകളിലും വെക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയിലത്തെ റൂൾ അനുസരിച്ച്. ലേറ്റസ്റ്റ് ആയിട്ട് ഈ ആഴ്ചയിൽ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് വളരെ ലിബറൽ ആയിട്ടുള്ള സോളാർ എക്സ്റ്റൻഷൻ ഏതാണ്ട് എല്ലാ വീടുകളിലും വേണം, പക്ഷേ എല്ലാ വീടുകളിലും ബാറ്ററി വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്
ഇതിനു മുമ്പ് നമ്മുടെ ചിന്താഗതി നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ബാറ്ററി സ്റ്റോറേജ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഹൈഡ്രോ പൊട്ടൻഷ്യലുള്ള സ്ഥലങ്ങളിൽ പമ്പ്ഡ് സ്റ്റോറേജ് ഇങ്ങനെയുള്ള മറ്റ് തരത്തിലുള്ള ലാർജ് സ്കെയിൽ സ്റ്റോറേജ് വാട്ടെവർ ഇറ്റ് ഈസ് അത് ഒരു സബ്സ്റ്റേഷൻ ലെവലിലെങ്കിലും ചെയ്തിട്ട് ആ സ്റ്റോറേജ് നമുക്ക് കൺസ്യൂമർക്ക് വിറ്റാൽ ഈ ബാറ്ററി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുദ്ധിമുട്ടും അത് വാങ്ങേണ്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് ചെലവും ഒക്കെ തന്നെ അവർക്ക് സേവ് ആവുന്നതാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സോളാർ ടെക്നോളജിയിൽ ബിക്കോസ് യു ഹാവ് ബീൻ continuously following these components like inverters, panels, and all the conversion devices in that. Battery, ഇതെല്ലാം നിങ്ങൾ ഒരുപാട് ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ് എനിക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് can you say what way ഇപ്പോൾ ഇവിടെയൊക്കെ ഉള്ളൊരു പ്രശ്നം ഒരു ട്രാൻസ്ഫോമറിൻ്റെ കീഴിലുള്ള എല്ലാ കൺസ്യൂമേഴ്സും സോളാർ വെച്ചാൽ പകല് ആരും തന്നെ അവരുടെ വീട്ടിലും അല്ലെങ്കിൽ തന്നെയും വൈദ്യുതി ഉപയോഗമില്ല. അപ്പോൾ ഇതെല്ലാവരും ഇത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഇറ്റ് കനോട്ട് ഗോ ബിയോണ്ട് ദി ഡിസ്ട്രിബ്യൂഷൻ സൈഡ്. അപ്പോൾ ഈ സ്റ്റോറേജിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദിസ്? Sir, actually we have been advising on this for last 10-15 years actually, at least that solar on its own on a grid tie mode is dangerous beyond a certain point. I'm using the word dangerous because as you know, solar is a bell curve. It starts generating maybe 6 a.m. in the morning, it goes peak in the afternoon, and then goes down towards the evening, tapers down in the evening. So because of this, and as you rightly said, people are not at home in the daytime, and this will contribute to a lot of grid instability. And we have also seen cases where behind the transformer you have maybe 20-30 houses or 40 houses, and if all the houses are having solar, there's a good likely chance that they will not be producing anything to give to the grid also, because the frequency becomes higher, and the inverter starts curtailing the generation of power, right? So that happens, and we've seen that happen many times. So the way forward is any home which is putting solar should also put in storage. Behind the meter storage is the way to go. So I think, and that also has two advantages. One is that it stores the excess energy. Number two, that excess energy can be used during peak time. And if suppose during peak time, if the house is not using it, the house can actually sell it to the grid as well. And that is happening in Australia and other places. So that is the way that is the future. If you don't adopt storage moving forward, it is going to be very difficult for solar to survive. Okay, thank you. Nandana, please, come on. Nandana, your question? Unmute. Not online, or you have no question? Please Okay, give a anybody reply. else? Hello, sir. Nusri, വീഡിയോ വേണേ ഓൺ ചെയ്ത കുഴപ്പമില്ല. It's okay. ഞാൻ ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചു. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എനിക്ക് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാമോ? അടുത്ത ആൾ വെയിറ്റ് ചെയ്യൂ. ഈ ചോദ്യം ഒന്ന് കഴിഞ്ഞോട്ടെ. നസ്രിയുടെ ഡോക്ടർ രാജു, പ്ലീസ് വെയിറ്റ്. ഓക്കെ, നസ്രി തുടർന്നു. ഞാൻ കണ്ടുപിടിച്ച പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എനിക്ക് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാവോ? Of course, you can. It depends on the problem. തീർച്ചയായും. ക്ലിയർ ആയോ? ഓക്കെ. ശരി. അടുത്ത ഡോക്ടർ രാജു. Dr. Raju.
നമ്മുടെ സമയം പോവാണ്. പെട്ടെന്ന് 6:45 നമുക്ക് ക്ലോസ് ചെയ്യണം. ഓൺലി 10 more minutes. ചോദ്യമുള്ളവര് വളരെ റെഡിയായി നിൽക്കുക. വൺസ് യു ജസ്റ്റ് ഷോ അപ്പ് യുവർ ഹാൻഡ്, we will immediately call you. Right? Dr. Raju, if you have nothing to ask, then I will ask somebody else to come on. വേറെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണോ? ചോദിക്കാൻ ഭയങ്കര മടിയായി. സ്കൂൾ കുട്ടികളൊന്നും എത്ര ചോദ്യം ചോദിച്ചത്? അതെ, ഒരുപാട് ചോദ്യങ്ങൾ അവിടെ. 20 questions they asked. Feel free, please. Anything in your mind you can ask, no problem. Don't feel shy. Nothing is irrelevant. Everything is relevant. Yeah. Even if it is irrelevant, making it relevant is really nice. It's our business. Yes, come on. Voice കേൾക്കുന്നില്ലല്ലോ. ഇത്തിരി നെറ്റ് പ്രോബ്ലം ഉണ്ട് അവിടെ. ഒന്നുകൂടി മൈക്കിനടുത്ത് ഒന്ന്. Dr. Smita George from Fatima College, any questions ഉണ്ടോ? Yeah, please. Hello, sir. Please. Sir, good evening, sir. Good evening, sir. Yeah. Good evening. Sir, very informative talk. Thank you very much. Sir, ഈ പൊല്യൂഷൻ, നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ പൊല്യൂഷൻ, ആ രീതിയിലുള്ള ഇന്നോവേഷൻസ് എന്തൊക്കെയാണ്? എന്തെങ്കിലും ഈ പൊള്യൂട്ടൻസ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ഓൾറെഡി അവൈലബിൾ ആണോ മാർക്കറ്റില്? Sir, അതിനെപ്പറ്റി. Yeah, you go ahead. Finish your question and I'll answer it. Yeah. Sir, I am thinking of something like that. എന്തെങ്കിലും സോളിഡ് മെറ്റീരിയൽസ്, നമ്മൾ ഇപ്പം റൂം ഫ്രഷ്നർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മള് റൂം ഫ്രഷ്നർ യൂസ് ചെയ്യുന്നുണ്ട്. That itself is a pollutant. Yeah, go ahead. Yeah, that's CFC. പറഞ്ഞോളൂ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഈ റൂം ഫ്രഷ്നർ എല്ലാം മാതിരി തന്നെ, ലൈക്ക് നമുക്കിപ്പം ഈ ഇപ്പൊ സിവിയർ പൊല്യൂട്ടൻ ഗ്യാസ് ലൈക്ക് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, അതെല്ലാം നമുക്ക് അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇന്നോവേഷൻസ്, അങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ മാർക്കറ്റിൽ റെഡി ടു ബൈ ആയിട്ട് മാർക്കറ്റിലുണ്ടോ? അതിന്റെ റിസർച്ച് നടക്കുന്നതായിട്ട് എനിക്കറിയാം. പല നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ റിസർച്ച് നടക്കുന്നുണ്ട്. പക്ഷെ റെഡി ഇൻ ദ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടോ എന്നുള്ളത് സാറിന് അതിനെ പറ്റി അറിയുമോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. There are, as you rightly said, there are many advanced research happening in terms of carbon capture. Then you talked about carbon monoxide. See, most of these things are already controlled at the engine level itself, right? In the engine management system itself. You also have a catalytic converter inside the car, which is inside the exhaust system, which is also capturing most of these pollutants. So the solution is not the final solution is not to really absorb what's come out of the tailpipe, but to replace that emission totally. Okay. Okay, sir. Right. That's what we're talking about, right? There's no point in it's like the actual solution is to from the beginning itself, from the manufacturing of. From the beginning itself, not to look at what is in the end, right? So already the technology is advanced enough to have all this enough. Of course, for your bikes and auto rickshaws, you don't have any exhaust management system. For that is one solution you can even think about, because if you can design a very compact catalytic converter, which will reduce the pollution coming out of a auto rickshaw or a bike, okay? All the cars have them now, all right? So the Euro 5 and all those things, they have them. But the bikes and auto rickshaws don't have. So that could be an innovation if you can design a very compact catalytic converter, which can reduce the pollution which comes out of these small vehicles.
There is an opportunity. I am why I am thinking like this when we move into the cities like Delhi, Mumbai, very crowded cities. There are very polluted cities, no? So അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോഴേക്കും if we have some not only in the transportation side but something like any material Personal is there, protection. it will be good. There mean are some personal. solutions, but none which are commercially viable now. Okay. Yeah, but designing a solution which can be fitted into the major problem in a city like Delhi or Mumbai are from the two-wheelers and the auto rickshaws. All the large vehicles have inbuilt systems which are controlling the pollution to a large extent. And the majority of them are coming also, apart from the old trucks and buses which are there. The new ones are all, I think it is Bharat 4 or Bharat 5, whatever the case may be. So they have already been curtailed to a large extent. The major pollution is coming from the two-wheelers, the three-wheelers, and the old trucks and buses. In Delhi, as you know, And from industries also, sir. From industry, apart from the factories. industries I'm talking about, yeah. But in Delhi, if you notice, all the buses are CNG. So a lot of things have improved, but of course still bad because of other factors like industries, and you have a lot of pollution coming from the neighboring states, which is accumulating in Delhi as well. So that is a different microclimatic issues which are contributing to it. But as far as the solution is there's an innovative possibility and opportunity in designing a compact catalytic converter or a system, controlling system, which for the two-wheelers and three-wheelers. As of now, the exhaust is going directly out of the exhaust manifold. There is no control, emission control after the exhaust manifold for a two-wheeler or for a three-wheeler. Okay, sir. Unlike a car which has a catalytic converter built into the exhaust system. Okay, sir. Okay. Thank you, sir. Thank you. ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്ത ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി, ഗാലറി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലീസ് Okay. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേക്കാം പ്ലീസ്. ഇതുകൊണ്ട് കുറെ പേര് ഓൺ ചെയ്യാനുണ്ടല്ലോ. വീഡിയോ വന്നാൽ വീഡിയോ തന്നെ ഫോട്ടോ വരും. നമ്മളിത് സ്ലൈഡ് ആക്കുന്നതാണ്. പെട്ടെന്ന് വേണം, നമുക്ക് 2 മിനിറ്റ് സമയത്തായതുകൊണ്ടേ. ഓക്കെ മിസ് തരൂർ പ്ലീസ്. ഉള്ളത് വെച്ചെടുക്കുക. റൈറ്റ്. തരൂ. ഓക്കെ. Okay. Yeah. Now, so one question I have is, sir, if I can answer, is how can we reduce plastic waste, avoiding land to another user? Okay. So the first thing to reduce plastic waste is stop buying plastic. That is the only way to reduce. You stop buying anything in a plastic bottle. Stop buying water in a plastic bottle. Stop buying anything in plastic. That is the best way to stop plastic. Okay, and go back to glass bottles, steel containers, metallic containers. That is the only way. So, and the solution of plastic, the existing plastic, is to, as Professor VKD had mentioned earlier, is a technology called gasification, where we can convert the plastic waste into gas, which can be burned in an engine for power generation. So that is the solution we have. It's already proven. Apart from that, to reduce plastic emission is to stop buying plastic. That's the only way. Okay. Now I think we should close it. May I request our colleague who is actually proposing vote of thanks, Dr. Ratnamar? Vote of thanks. Okay. ഓക്കെ. ആക്ച്വലി നമ്മൾ സമയക്കുറവായതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറയാനൊരു സമയം എടുക്കുന്നില്ല. ഇന്ന് വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു പ്രാക്ടിക്കൽ ഓറിയന്റേഷൻ ഉള്ളതും പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നല്ല പരിചയമുള്ള വളരെ പരിചയസമ്പന്നായ ഒരു പാക്കറ്റാണ് നമുക്ക് കിട്ടിയിരുന്നത്. ആക്ച്വലി വി ആർ വെരി താങ്ക്ഫുൾ ടു യു സർ. ആൻഡ് today when I say I saw you on some years back at Kochi. Anyway, thank you for your presentation and spend some time from joining the program from Vietnam. Okay.
പിന്നെ Thank you. ലപ്പ Pleasure. സാറിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ലപ്പ സാറ് ഗ്രീൻ എനർജി ഫോറത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്, എൻ്റെ അധ്യാപകനാണ്. അദ്ദേഹത്തിന് ഞാൻ വെൽക്കം പറഞ്ഞതിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തും. പിന്നെ ദാമോദർ സാറ് ഇതിന്റെ ഭാഗം തന്നെയാണ്, ഗ്രീൻ എനർജി ഫോറത്തിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്ന ഈ അവസരം ഞാൻ ഉപയോഗിക്കും. പിന്നെ നിരവധി ടീച്ചേഴ്സ്, 50 പേരോളം ഇതിനകത്ത് പങ്കെടുത്തായിട്ടാണ് കാണുന്നത്. ടീച്ചേഴ്സും കുട്ടികളും കോളേജ് ലെവലിലെ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം ഞാൻ പ്രത്യേകം നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമ്മൾ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്ത് നമ്മൾ യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്നതാണ്. പങ്കെടുക്കാത്തവർക്ക് ഇത് അതിൽ മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്. ദയവായിട്ട് നിങ്ങൾ എല്ലാവരും ഈ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊരു അഭിപ്രായമുണ്ട്. അതുപോലെ അടുത്ത കോളേജ് പ്രോഗ്രാം നമ്മൾ 28-ാം തീയതി നാഷണൽ സയൻസ് ഡേ അന്ന് നമ്മൾ വെക്കുന്നുണ്ട്. 7 മണി തൊട്ട് 8 മണി വരെ. അതിന് ഇൻറ്റിമേഷൻ തരുന്നതാണ് ഡോക്ടർ അലക്സ് ജെയിംസ്. നിരവധി പേറ്റന്റുകൾ ലഭിച്ചിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് അടുത്ത ക്ലാസ് എടുക്കുന്നത് കോളേജ് ലെവലിന് വേണ്ടി. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് കക്കാൻ നിർത്തുന്ന അടുത്ത പ്രോഗ്രാം തുടങ്ങേണ്ട സമയമായി. ഓട്ട് ദാമോദർ സാർ. എല്ലാവർക്കും എൻ്റെ വകയും നമ്മുടെ ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ അങ്ങോട്ടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. നമ്മളിനി അടുത്ത സ്കൂൾ സെക്ഷനിലേക്ക് അത് വേറൊരു പ്രോഗ്രാമാണ്. അടുത്ത മീറ്റിംഗ് ലിങ്ക് വേറെ ലിങ്ക് ആണ് സാർ അടുത്തത്. ഓക്കെ താങ്ക് യു. Okay, I am ending the program. Right.